മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനോട് പറയുകയാണ്, അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അന്ത്യകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്നവരിൽ ഉണ്ടാകാം, നീ അതിനെല്ലാം വിട്ട് മാറണം എന്ന്. അപ്പോൾ ഇവിടെ സ്വസ്നേഹികളായി മനുഷ്യൻ മാറുന്നു. തന്നെ സ്നേഹിക്കുന്നവർ, തനിക്ക് തന്നെ എല്ലാം വേണം, തനിക്ക് തന്നെ എല്ലാ അനുഗ്രഹവും കിട്ടണം, തന്നോട് തന്നെ എല്ലാവരും ഇരിക്കണം, തന്നെ എല്ലാവരും അനുസരിക്കണം, അങ്ങനെയുള്ള സ്വസ്നേഹികളായി മാറുന്നു എന്ന് പറയുന്നു. ആ ഒരു സ്വസ്നേഹം വരുമ്പോഴാണ് മറ്റുള്ള കയ്പും ഈർഷയും ശാഠ്യവും വഴക്കും എല്ലാം വരുന്നത്. നമ്മെ തന്നെ നാം സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ്. നാം അടുത്തവർക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്നാകുമ്പോൾ അവിടെ സ്വസ്നേഹം ഇല്ലാതെയാകുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പം തൻ്റെ പ്രിയ ശിഷ്യനെ ദിമോഥെയോസിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ വിട്ട് മാറിയിരിക്കണമെന്ന്. അവരെ ഈ ലോകത്ത് നിന്ന് കർത്താവ് ഉടനെ മാറ്റത്തില്ല. അത് കളകളെപ്പോലെ അതും ലോക അവസാനത്തിലേക്ക് വെച്ചിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്ക് വിരോധമായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും